ഇന്നല്ലേ എമ്പൊക്കെ ഇന്ന് ഇൻട്രോ മാറ്റി പിടിച്ചാലോ? എന്നും ഇൻട്രോ പറഞ്ഞിട്ട് കേട്ട് ഇങ്ങക്ക് മടുത്തിട്ടില്ലെങ്കിൽ പറഞ്ഞു എനിക്കും മടുത്തു കേട്ടോ. പിന്നെ ഞാൻ പറയുന്നതിലൊക്കെ എല്ലാത്തിലും ടോട്ടോ അവസാനം വന്നിട്ട് കൂടുതൽ ഉണ്ടാക്കും. അതെല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, കാരണം നമ്മള് കോഴിക്കോടാണേ. അപ്പൊ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല്, അമ്മ ഒരു ചിക്കൻ കറി വെക്കണ്ടായിരുന്നു. ഞാനത് ചുളിവ് കൂടെ അങ്ങോട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ പറ്റുന്നവരൊക്കെ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുളക് പൊടി ഏകദേശം ഒരു 5 സ്പൂൺ എടുത്തിട്ടുണ്ടാവും, മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ചിക്കൻ മസാല 1 സ്പൂണ്, മല്ലിപ്പൊടി 4 സ്പൂണ്. ഇത് ഓരോ വീട്ടിലും പല സ്പൂണുകളായിരിക്കും. എൻ്റെ വീട്ടിലെ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഈ അളവ് പറഞ്ഞു തന്നത് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ചൂടാക്കിയിട്ട് കഴുകി വെച്ച ചിക്കനിലേക്ക് ഈ പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വെക്കണേ. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 3 ഉള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനാണ് ഉള്ളി അരിഞ്ഞത്, പക്ഷെ വെക്കുന്നത് അമ്മയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും വേണം കേട്ടോ. അതൊക്കെ എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 5-8 അല്ലി വെളുത്തുള്ളി, പിന്നെ കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതുണ്ട്. ഇതൊക്കെ കൂടി അങ്ങോട്ട് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചോളി കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഈ കാണുന്ന അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ടോളിയേ. എന്നിട്ട് ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. പിന്നെ ഇത് പട്ട, ഗ്രാമ്പൂ, ഏലക്കായി. അയ്യോ, ഒരു കാര്യം മറന്നുപോയിട്ടോ, ഇതിലേക്ക് 1 കപ്പ് തേങ്ങ വേണം കേട്ടോ, ചിരകിയ തേങ്ങ. അതിനോട് പറയാൻ വിട്ടുപോയതാണ്. ഞാൻ നേരത്തെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറക്കേനി. വറവിന്റെ പരുവൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പരുവം വരെ നിങ്ങൾ എല്ലാവരും ഇരുന്ന് വറുത്തോളിയായിരുന്നിട്ട് വെറുതെ നോക്കി നിൽക്കല്ലേ. ആ സമയത്ത് ആ കൈകൊണ്ട് ആ സബ്സ്ക്രൈബ് ബട്ടണോ ആ ബെൽ ബട്ടണോ ഒന്ന് അമർത്തിക്കൂടെ? അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു കമന്റ് ഇട്ടന്നൂടെ ഇഷ്ടമാരെ? ഇപ്പൊ ഞാൻ തമാശക്ക് പറഞ്ഞാണ്. പക്ഷേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. പിന്നെ നമ്മളെ തേങ്ങ നന്നായിട്ട് വറവ് വന്ന് പരുവായിക്കുന്നു കേട്ടോ. ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി മൊത്തത്തിൽ അങ്ങോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അങ്ങോട്ട് വഴറ്റാൻ തുടങ്ങുക. ഇത് വയറ്റി കൈയൊരു പരുവാകുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് അകത്തോട്ട് എന്തെങ്കിലും പോണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ ഇതിപ്പോ. ഇല്ലെങ്കിൽ എന്ത് പറ്റും, ഇവിടെയുള്ള ആശയം കരഞ്ഞു വിളിക്കാൻ തുടങ്ങും. അപ്പൊ ഏതായാലും ഇത് ഒരു പരുവാവാത്ത സ്ഥിതിക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ഒക്കെ കൂടി അങ്ങോട്ട് തട്ടി വീണ്ടും വറക്കുക. അതിൻ്റെ അടുത്തക്കം ഗുജറാത്തി കാൽത്തള കെട്ടിയ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കില്ല ഈ പെണ്ണിന് എന്താ പ്രാന്തായോന്ന്? അല്ല കേട്ടോ, എന്റെ സംസാരങ്ങൾ കുറെ നേരമായില്ലേ കേൾക്കുന്നത്. അപ്പൊ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ട വെച്ചിട്ട് 2 മ്യൂസിക് കിട്ടുന്നതാണേ. അപ്പൊ മച്ചന്മാരെ, നമ്മള് പാട്ടും പാടി ഇരിക്കുമ്പോഴത്തേക്ക് അമ്മ ഉപ്പും ഒക്കെ ഇട്ടിട്ട് അമ്മന്റെ പാട്ടിന് പോകും. അപ്പൊ നിങ്ങൾക്ക് വേണ്ട പാകത്തിനനുസരിച്ച് എല്ലാവരും ഉപ്പ് ഇട്ടോളി. വീണ്ടും പഴയ ശീലം തന്നെ തുടരുക. കടുക് വറ. അപ്പൊ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം എനിക്കിനി സംസാരിക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ശരിക്കും ഈ മ്യൂസിക് ഇട്ടേരട്ടോ. നിങ്ങൾ കുറച്ചേരം അത് കേട്ടിരിക്കണേ. അപ്പം നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയില്ലേ, അത് മാറ്റി വെച്ചിട്ട് ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുളക് തേച്ച് വെച്ച ചിക്കനും പിന്നെ അരിഞ്ഞു വെച്ച തക്കാളിയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നേരത്തെ വഴറ്റി വെച്ച ആ ഉള്ളിയില്ലേ, അത് മൊത്തം ഇതിലേക്ക് തട്ടി കൊടുക്കുക. കാരണം പാത്രം അതിൽ കൊള്ളാത്തത് കൊണ്ടാണ് ഈ വലിയ ഉരുളിയിലേക്ക് മാറ്റിയത്. നിങ്ങൾ മാറ്റണം എന്നില്ല, വലിയ പാത്രം എടുത്താൽ മതി. ഇത് ചിക്കനും ആ ഉള്ളിയും കൂടി എല്ലാം കൂടി അതിലിട്ട് കഴിഞ്ഞാൽ വഴറ്റാൻ ഇനി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റിയത് കേട്ടോ. Let me help you be fine.
ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. കാരണം നമ്മൾ തീരെ ഇതിൽ വെള്ളം ഒഴിക്കൂല, ഡ്രൈ ആയിട്ടാണ് ഇത് ഉണ്ടാവുക. ഇതിൽ തക്കാളിയും ഈ ചിക്കനിലേയും കൂടി വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം ഗ്രേവി ആയിട്ട് വരും കേട്ടോ. അപ്പം ഇതിൽ വെള്ളം തീരെ ഒഴിക്കുന്നില്ല കേട്ടോ. ഫ്ലെയിം അതേപോലെ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. വെള്ളം ഇല്ലാത്തതുകൊണ്ട് അടി പിടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്ലെയിമും കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ടത്. ഈ പാട്ട് എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല അല്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്തായാലും നമ്മളെ ചിക്കൻ കറി എന്തായാലും ഇനി അടച്ചു വെച്ചിട്ടുമ്പോഴേക്ക് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഇതെന്താണെന്നല്ലേ, ഇതാണ് ചെമ്മീൻ മുളകിട്ട് വെച്ചതാട്ടോ. തനൂട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ. അപ്പം അമ്മ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് മുളകിട്ട് വെച്ചതാണ് കേട്ടോ. സാധാരണ നല്ല തിക്കാക്കിയിട്ടാണ് വെക്കൽ. ഇന്ന് കുറച്ച് ലൂസാക്കി വെച്ചത്. നമ്മളെ ചിക്കൻ വെള്ളമൊന്നും ഇല്ലാതെ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് അമ്മ ചെമ്മീൻ കറി കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് വെച്ചതാട്ടോ. മുളകിട്ടതാണെങ്കിലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും മുളകിട്ടൊന്ന് വെച്ച് നോക്കണം കേട്ടോ, നല്ല അടിപൊളിയാണേ. അപ്പം നമ്മളെ ചിക്കനിൽ ഏകദേശം വെള്ളമൊക്കെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ എങ്ങാനും അടി പിടിച്ചാലോ. അതുകൊണ്ട് എന്തായാലും നല്ലോണം ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പം അതാ നല്ല സുടാന്നും പറഞ്ഞിട്ട് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതെന്തായാലും അടച്ചു വെക്കാം. ഇനി നമുക്ക് വേറൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടേ ഇന്ന് ഇലയിൽ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി ഒന്ന് ഇല വെട്ടാൻ പോവുകയാണേ. ഇനി ഇല വെട്ടി വന്നിട്ട് നമുക്ക് ബാക്കി കറിയുടെ പരിവൊക്കെ കാണാം കേട്ടോ. ഇത് ഞങ്ങളെ വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മഴ ലേശം കുറവുള്ളതുകൊണ്ടേ ഒന്ന് ഇലയൊക്കെ വെട്ടി ഇലയിലൊക്കെ ഇരുന്നിട്ട് വിശാലമായിട്ട് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചേ. തനുമോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇലയിൽ ഭക്ഷണം കഴിക്കേ. പിന്നെ രാവിലെ തന്നെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട് കേട്ടോ ഒന്ന് ഭക്ഷണം കഴിക്കേ. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ മെയിനായിട്ട് ഇല വെട്ടാനുള്ള കാരണം. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ആയിട്ടുണ്ട് മക്കളെ. ഏകദേശമൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം കേട്ടോ. എന്നോട് വിട്ടു പോയിട്ടുണ്ട്. ആദ്യം ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നു പോയിട്ടോ. അമ്മ കുരുമുളക് പൊടിയും വെളിച്ചെണ്ണയും ഇടുന്ന സമയത്ത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. പിന്നെ അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മ വീഡിയോ ഓണാക്കാൻ മറന്നു എന്നാണ്. അപ്പം അമ്മ വീഡിയോക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും വേറെ ഇടുന്നതാണ് കേട്ടോ നിങ്ങൾ ഇതിൽ കാണുന്നത്. ഞാൻ പോയി ഫുഡ് കഴിക്കട്ടെ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ചിക്കൻ കറി ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ച് വിശപ്പ് കൂടുതലായിരിക്കും അല്ലാതാ. തനുമോൾ ഇതാ ചിക്കൻ കറി ആയിട്ട് പോലും ഫുഡ് കഴിക്കാതെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി കളിക്കുകയാണ് കേട്ടോ. മൊത്തം അഭിനയമാണ് തനുമോളെ കയ്യിൽ കേട്ടോ. ഫുഡ് കഴിക്കുന്നതിന് വെറുതെ കുറേ ചോറ് വാരി വായിലിടും, എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറേ വെള്ളം കുടിക്കും, എന്നിട്ട് തൊണ്ടേ കുടിമേറി അഭിനയിക്കും. അപ്പോൾ ഫുഡ് കഴിക്കാതെ എണീച്ച് പോവാമല്ലോ. എല്ലാവരും ഇങ്ങനെയാണോന്നൊക്കെ ആർക്കറിയാം. എന്തായാലും ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും തനുമോളെ വകയും ടാറ്റ, ഇൻ്റെ വകയും ടാറ്റ. ബൈ ബൈ.